കൊല്ലും ഞാൻ പിശാചെ. പേടിച്ചു പോയി. പേടിച്ചു പോയോ? നിന്നെ പകല് വെട്ടത്ത് കണ്ടാൽ തന്നെ പേടിക്കും. പിന്നെ രാത്രി കൊച്ചിന് നേരെ ഇങ്ങോട്ട് ചാടിയോ? കട്ടപ്പനയിൽ ഇറങ്ങി ഒരോട്ട പിടിച്ച് നേരെ ഇങ്ങ് പോന്നു. നീ പിന്നെ വിളിച്ച ഫോൺ എടുക്കത്തില്ലല്ലോ. അപ്പൊ എന്റെ കുടുംബത്തേക്ക് പോകുന്നതിന് മുന്നേ നിന്നെ ഒന്ന് കൊണ്ടുവച്ച് പോവാന്ന് വിചാരിച്ചു. എന്റെ ചുന്ദരി. നിന്നെ ഞാനേ അകത്തേക്ക് വരട്ടെ. അങ്ങ് കയറി വന്നാലോ നാലേക്കാ. പ്ലീസ് വേണ്ട, ഒന്ന് കുടുംബത്ത് പോടി. ഞാൻ ഒറ്റയ്ക്കോ? നീയേ ചാടിക്കിടന്ന ആ മതിലില്ലേ, അത് അവിടെ തന്നെ ഉണ്ട്. തിരിച്ച് ചാടിക്കോ. അയ്യോ അങ്ങനെ പറയല്ലേ. ഞാൻ വന്നോണ്ട് തിരിച്ചു പോയി. എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കും. എടി കുത്തി പിടിച്ചങ്ങ് നടന്നോ. എനിക്ക് കാലത്ത് കട്ടപ്പനക്ക് പോകാനുള്ളോ. അയ്യോ എന്റെ കുഞ്ഞോനെ പ്ലീസ് അങ്ങനെ പറയൂല്ലോ കുഞ്ഞോനെ. പ്ലീസ് കുഞ്ഞോനെ. ഇല്ല ഞാൻ കയറിയങ്ങ് വരും. എന്നെ അറിയാലോ. ഞാൻ സാറമ്മേന്റെ അടുത്ത് ജിൻസിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞാലോ നാലിക്കാം. സാറമ്മച്ചി ഞാൻ കാലത്ത് വരാം. ഉറപ്പാണോ? ഉറപ്പ്. നീ ഇങ്ങനെ കുരുമുളകൊക്കെ വിറ്റ് കാശും സമ്പാദിച്ച് ഓവറായി മസിലും പിടിച്ചേച്ചിരുന്നാ ഉണ്ടല്ലോ പൊട്ടിത്തെറിച്ച് പോകും കേട്ടാ. എടാ എത്ര നാളായടാ നമ്മളിങ്ങനെ ഒരുമിച്ചൊരു യാത്രയൊക്കെ പോയിട്ട്. അതാ പിന്നെ ഞാൻ ചാടിക്കേറി ഇങ്ങ് പോന്നേ. ഞാനേ എന്റെ ജോലി അങ്ങ് വിട്ടാലോ എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഇവിടെ ആകുമ്പോ എനിക്ക് നിന്റെ വാലിൽ തൂങ്ങി അങ്ങ് നടക്കാലോ. അപ്പൊ നിനക്ക് ചിരിക്കാനൊക്കെ അറിയാലേ. പിന്നല്ലാതെ പരിസരം നോക്കാതെ നീ ഓരോ വട്ട് കാണിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. കുഞ്ഞോനെ ഞാനേ ഒരു കാര്യം പറഞ്ഞാ നീ കേക്കൂ. എന്താ നീ പറ. എടാ കുഞ്ഞോനെ, നീ ഇങ്ങനെ നമ്മുടെ പാടത്തും പറമ്പിലും ഒക്കെ കൃഷിയൊക്കെ ചെയ്ത് വിയർത്ത് ക്ഷീണിച്ച് നിൽക്കുമ്പോ ഞാനേ ഒരു ചട്ടിയില് തലേന്നത്തെ മീൻകറിയും നല്ല മുളക് ചമ്മന്തി തൈരൊക്കെ ചേർത്ത് കഞ്ഞി എടുത്തങ്ങൊരു വരവ് വരും. എന്നിട്ട് അവിടെ ഇരുന്ന് നമ്മൾ രണ്ടുപേരും കൂടെ പ്ലാവിലെ സ്പൂണിൽ കോരി കഴിച്ചേച്ച് ഏതേലും മരത്തിന്റെ താഴെ ഇരുന്ന് നല്ല തണുത്ത കാറ്റും കൊണ്ട് അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കണം. എനിക്ക് ഐസ്ക്രീം വേണം. വെറുതെ ഇരിക്കും. അതൊക്കെ വേണം. നിർത്തടാ, നിർത്ത് നിർത്ത്. ആ നിർത്തി. ആൻസി കൊച്ചു ജോലി സ്ഥലത്ത് വരുന്ന വഴിയാണ്. ഞാൻ ഇന്നലെ വന്നായിരുന്നു. ഇവന്റെ ഇപ്പൊ കട്ടപ്പന പോയേച്ച് വരുവാ. പാപ്പച്ച എന്റെ സ്ഥിരം സാധനം. ഓ ഇപ്പൊ നിനക്കൊന്നും വേണ്ടായോ? അതന്നെ പറഞ്ഞോ. അതന്നെയാ കേട്ടോ. ഓ ഇപ്പൊ തരാം. എങ്ങോട്ടാ? ലോകത്ത് എവിടെ പോയേച്ചാലും നമ്മുടെ ഈ നാടില്ലേ നെയ്യാശ്ശേരി, ഇവിടെ വന്നിങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ എവിടെ കിട്ടത്തില്ലടാ കുഞ്ഞോനെ. ഈ മഞ്ഞും മലയും കാറ്റും പിന്നെ നമ്മുടെ തോന്നിയാസവും, ഇത് നമ്മുടെ സ്വർഗ്ഗാടോ അല്ലയോ? ഐസ്ക്രീം പിന്നെ നമ്മുടെ പാപ്പിച്ചായന്റെ ഐസ്ക്രീമും. സുഖാണോ? ഓ സുഖം. അടിപൊളിയല്ലേ? നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? എപ്പോ നോക്കിയാലും ഒരു ഐസ്ക്രീം തീറ്റ്. അതും കൂടെ കഴിച്ചോ? പിടിച്ചു നീ കഴിക്കടാ. എന്റെ ഈ ഭ്രാന്ത് നിനക്കും കൂടെ പകരട്ടെ എന്ന് വിചാരിച്ചാ. അതാവുമ്പോ കല്യാണം കഴിയുമ്പോ നീ എനിക്ക് ഡെയിലി ഐസ്ക്രീം വാങ്ങി തരുമല്ലോ. പിന്നെ നോക്കിയെങ്കിൽ ഇരുന്നേച്ചാ മതി. വേണ്ട. എടി കുടുംബത്തിൽ പോകുമ്പോ നിനക്ക് പറഞ്ഞിട്ട് പോയിക്കോട്ടെ. വെറുതെ മനുഷ്യൻ തീ തീറ്റിക്കാൻ വേണ്ടിട്ട്. വാ വന്ന് വണ്ടിയിലോട്ട് കയറിക്കേ. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക.
നിങ്ങൾ അങ്ങ് പൊക്കോ, ഞാൻ വന്നോളാം. നീ വന്ന് വണ്ടിയിലോട്ട് കയറുന്നുണ്ടോ? ആൻസി നീ ചെല്ല്. എന്നാടാ അവിടെ ഒരു തോന്നിവാസം. കേറി വണ്ടി കൂടുന്നുണ്ട്. ചിന്തിരിക്കാൻ പറ്റിയ സ്ഥലം. ദോഷം അല്ലാതെ എന്താ? മാത്യു എന്നോട് കളിയിറക്കിയ നിനക്കറിയാല, ബേബിയുടെ തോട്ടത്തില് ആന അങ്ങ് ഇറങ്ങും. നല്ല ഒന്നാന്തര ഒറ്റക്കൊമ്പൻ. ഇതേ പുൽപ്പാറയിലെ ജോയിയാ, ഒരുപാടങ്ങ് വിളയല്ലേ. വെച്ചിട്ട് പോടാ. നല്ല ചൂടിലാണല്ലോ. പിന്നെ അല്ലാതെ. അവനാ ബ്രോക്കർ മാത്യൂസ്. ഞാൻ ടോക്കൺ കൊടുക്കാൻ ഏൽപ്പിച്ച 10 ഏക്കറെ അവൻ ബേബിക്ക് കച്ചവടാക്കിന്ന്. പണി കൊടുക്കണ്ടേ? പിന്നെ റവന്യൂ മിനിസ്റ്റർ അവന്റെ ഏതോ മുള്ളിയപ്പത്തറച്ച ബന്ധത്തിലുള്ളെന്ന് പറഞ്ഞല്ല കുന്നായ്മയാ. ചേറ്റ ഞങ്ങളുടെ പാടത്തും പറമ്പിലും കുഴി വെട്ടിയും തടം കോരിയും തേങ്ങ വെട്ടിയും നടന്നവരാ ഈ ബേബിയും ബേബിയുടെ തന്തയും തന്തയുടെ തന്തയും. ജീപ്പിന്റെ വാടകയൊന്നും വേണ്ട റൂവേ. ഡാ കുഞ്ഞനെ, നീ അന്ന് നാട്ടുകാരനും ബേബിയുടെ ഒക്കെ മുന്നിൽ വെച്ച് എന്നെ ജനപ്രിയെന്നൊക്കെ വെച്ച് കാച്ചിയില്ലേ, അതെനിക്കങ്ങ് ബോധിച്ച്. നീ മിടുക്കണടാ. വാടാ കേറിട്ട് പോ. അപ്പോ നല്ല വെടിയുറച്ചുണ്ട്. നമ്മുടെ പുഴയുടെ അവിടെ നിന്ന് കിട്ടിയതാ. നല്ല നാടൻ പന്നിയാ. വേണ്ട ചായ. ഓ ആ പിന്നെ ആ പ്രാഞ്ചി മീൻകുളം കോപ്പെന്നൊക്കെ പറഞ്ഞ് എന്റെ അതിരെ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്റെ അതിരയിലെങ്ങാനും തൊട്ടാ അവനെ തല്ലി കൊന്ന് ഞാൻ പുഴയെ താത്തും. അന്നേരം നീ നിന്റെ ക്ലബ്ബുകാരൻ ചോദിക്കാൻ വന്നേക്കരുത്. നീ അവനോടൊന്ന് പറഞ്ഞേക്ക്. ശരി പറഞ്ഞോളാം. ആ ശരി. ഹലോ, ചുമ്മാ നിന്നെ ഒന്ന് കാണാൻ വന്നതാടി. ഇതെന്നാ ചീപ്പ് ഷോ ആടാ ഫ്രെഡി, ചുമ്മാ ഓവറാക്കല്ലേ. കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഒക്കെ ആവാട്ടോ. നീ ഒന്ന് അടങ്ങ്, നിന്നെ ഒന്ന് കാണട്ടടി. സണ്ണേ, ആളെ മനസ്സിലായ? ആ ഇതാണ് ഞാൻ പറഞ്ഞ മുതല്, നമ്മുടെ ആൻസി കൊച്ചുന്നേ. ഫ്രെഡി നീ മാറി, എനിക്ക് പോയിട്ട് ഒരു പണിയുണ്ട്. വേറെ പണിയാ? നിനക്കപ്പോ വേറെ പണിയൊക്കെ ഉണ്ടോടി? പോടാ. പൊയ്ക്കോ, ഞാൻ വരുന്നുണ്ട് നിന്റെ കുടുംബത്തിലേക്ക്. എന്നാ വേഗം പോരും. ഡേവിഡ് ചയൻ റബ്ബറിന് കുഴി വെട്ടാൻ ആളെ നോക്കുന്നുണ്ട്. അല്ല, നിന്റെ അപ്പനും അപ്പന്റെ അപ്പനൊക്കെ അതായിരുന്നല്ലോ പണി. നിർത്തിക്കോ, ഇത് കൊറേ കേട്ടതാ പണ്ട് നിന്റെ പിഴച്ച വായിന്ന്. നീ ജീവിക്കത്തിലടി. നീ എന്റെ നേർച്ചക്കൊഴിയാ. എന്നാടി നീ വീട്ടിൽ പോയേ? ഏത് മറ്റടുത്തേക്കായി? നീ ഞാൻ പറഞ്ഞിട്ട് പോയാ മതി. ഞാൻ നോക്കിക്കോളാം. വണ്ടി എന്താ പ്രശ്നം? കുടുംബത്തിൽ പോടാ. റെഡി വാ. അച്ഛൻ പറ. വണ്ടി കയറടാ. എന്നതാടാ കേറി പോടാ. വേറെ ആൾക്കാരെ കൊണ്ട് പറയുക